Good morning, everyone. Good morning. Good morning. Okay. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇതില് ഒരു കാര്യം ഞാൻ മെമ്മറൈസ് ചെയ്യട്ടെ. കഴിഞ്ഞ തവണ NMMSC സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾ കഴിഞ്ഞ തവണ ഇപ്പൊ ഈ ക്ലാസ്സില് NMMSC സ്കോളർഷിപ്പ് വിജയിച്ച കുട്ടികള് അവര് അപേക്ഷ കൊടുക്കണം കേട്ടോ. അതിന്റെ സമയമാണ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ. ചില ആളുകൾ ഇന്നലെ വിളിച്ചപ്പോൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾ കൊടുക്കാത്തവർ കൊടുക്കുക. റിഷാദ് ഓക്കെ. ഇന്നലെ ഒരു കുട്ടി അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് മെമ്മറൈസ് ചെയ്ത. അപ്പൊ അതിന്റെ കൃത്യമായിട്ട് കേട്ടോ അക്ഷയയിൽ പോയിട്ട് അതിന്റെ അപേക്ഷ കൊടുക്കുക, അതിന്റെ പ്രിന്റ് ഔട്ട് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മള് കൊടുക്കാത്തവർ ചെയ്യണേ. നമുക്ക് നല്ലൊരു അവസരം കളയരുത്. നമ്മൾ ചാപ്റ്ററിലേക്ക് വരാം. നമ്മള് ബ്രീത്തിങ് ഫോർ എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആസ് ഇൻ ദ ഫോം ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ആണ് അല്ലെ. ഓക്സിജൻ കമ്പൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ ദ റെഡ് ബ്ലഡ് സെൽ ആൻഡ് ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. ആൻഡ് ദിസ് ഓക്സി ഹീമോഗ്ലോബിൻ ഈസ് ക്യാരിഡ് ഇൻ ടു ഡിഫറെന്റ് ടിഷ്യൂസ് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ച കാര്യം. അങ്ങനെ ഈ ഓക്സിജൻ ടിഷ്യൂസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യും അല്ലെ, ബ്രേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെ ഓക്സിജനെ സെല്ലുകൾക്ക് വിട്ടുവിടും. അങ്ങനെ ഇനി സെല്ലുകളിലേക്ക് ഓക്സിജൻ എത്തിയാൽ വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരിന് എന്താണ്? ബ്രീത്തിങ് ഫോർ എനർജി അല്ലെ. എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നതെന്ന് നമ്മൾ ചാപ്റ്ററിന്റെ തുടക്ക ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുക കേട്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എങ്ങനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക, ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേരെന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ. അപ്പൊ ഓർക്കേണ്ട കാര്യം, ഇപ്പൊ ഇതാണ് നമ്മളെ സെല്ല് വിചാരിക്കാം. നമ്മുടെ സെല്ലിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെല്ലിന്റെ അല്ലെ ഈ ഒരു സെൽ മെംബ്രെയിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗത്ത് നമ്മൾ സൈറ്റോപ്ലാസം എന്നാണ് പറയാം. സൈറ്റോപ്ലാസം. പിന്നെ ഇതിനുള്ളിൽ ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞെല്ലാം പഠിച്ചതാ അല്ലെ. മൈറ്റോകോൺട്രിയ, റൈബോസോം, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അങ്ങനെ ഒരുപാട് അല്ലെ സെൽ ഓർഗനൽസ് ഉണ്ട്. നമുക്കറിയാം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സെൽ ഓർഗനൽസിലാണ് ഒന്ന് പറഞ്ഞേ. ഏത് സെൽ ഓർഗനൽസിന്റെ ഫംഗ്ഷൻ ആണ് എനർജി പ്രൊഡക്ഷൻ? റൈബോസോം ആണോ? എൻഡോപ്ലാസ്മിക് എല്ലാവർക്കും അറിയാം മൈറ്റോകോൺട്രിയ. വെരി ഗുഡ് അല്ലെ. അപ്പൊ മൈറ്റോകോൺട്രിയ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് മൈറ്റോകോൺട്രിയ ഇസ് നോൺ ആസ് എ പവർ ഹൗസ് ഓഫ് സെൽ. ഓക്കെ, ഡു യു റിമെമ്പർ അല്ലെ? പവർ ഹൗസ് ഓഫ് സെൽ, സെല്ലിന്റെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. എന്തുകൊണ്ടാണ് നമുക്കറിയാം? ഹിയർ ഇസ് എ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി ആണ് അല്ലെ. യെസ്. അപ്പോ ഇതാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സെൽ ഓർഗൻ, മൈറ്റോകോൺട്രിയ. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഈ രണ്ട് ഭാഗങ്ങളാണ്. ഓക്കെ, മൈറ്റോകോൺട്രിയയും സൈറ്റോപ്ലാസം. അങ്ങനെ ഇവിടെ സെല്ലിന്റെ ഉള്ളിലേക്ക് ഓക്സിജൻ എത്തി. അപ്പൊ ഓക്സിജൻ നമുക്കറിയാം, ഓക്സിജൻ ആരാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക? ഓക്സിജൻ ബ്ലഡിലൂടെ അല്ലെ, രക്തത്തിലൂടെ ഓക്സിജൻ എന്ത് ചെയ്യും? ഓക്സി ഹീമോഗ്ലോബിന്റെ രൂപത്തിൽ അല്ലെ, ബ്ലഡിലെ ഓക്സി ഹീമോഗ്ലോബത്തിൽ സെല്ലിലേക്ക് എത്തുന്നു. അതേ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് എസ്പെഷ്യലി ഗ്ലൂക്കോസ്. ഓക്കെ, ആ ഗ്ലൂക്കോസും ബ്ലഡിലൂടെ എവിടെ എത്തിയിട്ടുണ്ടാവും? സെല്ലുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ ഓൾറെഡി നമ്മൾ പഠിച്ചതാ അല്ലെ. തേർഡ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും പഠിച്ചതാണ്. ഡൈജഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് ആയ ഗ്ലൂക്കോസും ബ്ലഡിലൂടെ എവിടേക്കെത്തി? നമ്മുടെ സെല്ലുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പൊ ഓക്സിജനും എവിടെ എത്തിയിട്ടുണ്ട്? സെല്ലുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ സെല്ലിൽ വെച്ചിട്ട് എന്ത് നടക്കും? എനർജി പ്രൊഡക്ഷൻ നടക്കും. ആ എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന പ്രോസസ്സിന്റെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ സെല്ലുലാർ റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. എന്താ പേര് പറയാ? സെല്ലുലാർ കേട്ടോ. അപ്പൊ കോശത്തിൽ അകത്ത് വെച്ചിട്ട് നടക്കുന്ന എനർജി പ്രൊഡക്ഷന്റെ പ്രോസസ്സിന്റെ പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ. പേര് മറക്കാൻ പാടില്ല. ഓക്കെ, സെല്ലിനകത്ത് നടക്കുന്ന എനർജി പ്രൊഡക്ഷൻ, ദ പ്രോസസ് ഓഫ് വാട്ട് ഈസ് the process of by which energy is released from glucose. അപ്പോ ഈ സെല്ലുലാർ റെസ്പിറേഷൻ ആവശ്യമായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഉള്ളത്. ഈ സെല്ലുലാർ റെസ്പിറേഷൻ ആവശ്യമായിട്ടുള്ള
രണ്ട് കോമ്പോണന്റുകളാണ് നമ്മൾ പറഞ്ഞ, ഒന്ന് എന്താണ് ഗ്ലൂക്കോസും ഒന്ന് ഓക്സിജൻ. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസും ഓക്സിജനും ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഗ്ലൂക്കോസ് ഉപയോഗിച്ചുകൊണ്ട് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുക. ക്ലിയർ ആണല്ലോ ആ പ്രോസസ്സിന്റെ പേര്? അപ്പൊ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ്. ഓക്കെ, എവിടെയാണ്? ഇൻ ദ സെൽ ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ. ഓക്കെ, അപ്പൊ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ സെല്ലുലാർ റെസ്പിറേഷന് രണ്ട് സ്റ്റെപ്പുകളുണ്ട്, രണ്ട് ഘട്ടങ്ങളിലൂടെ, അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ ഒരു എനർജി പ്രൊഡക്ഷൻ നടക്കുള്ളൂ. ഏതൊക്കെയാണ് അതിന്റെ പേര് നോക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പിന്റെ പേരാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയാം. പേര് മറക്കരുത് കേട്ടോ, ഗ്ലൈക്കോളിസിസ്. പേരെന്താണ്? ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് പന്ത്രണ്ട് പറഞ്ഞു നോക്കിയേ, ഗ്ലൈക്കോളിസിസ്, ഗ്ലൈക്കോളിസിസ് കേട്ടോ. അപ്പൊ സെല്ലുലാർ റെസ്പിറേഷന്റെ ഒന്നാമത്തെ സ്റ്റേജിന്റെ പേരാണ് ഗ്ലൈക്കോളിസിസും രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പേരാണ് ക്രെബ്സ് സൈക്കിൾ എന്നാണ് പറയാം. ക്രെബ്സ് സൈക്കിൾ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഘട്ടങ്ങൾ നടക്കുമ്പോഴാണ് സെല്ലുലാർ റെസ്പിറേഷൻ പൂർത്തിയാവുക. ഏതൊക്കെയാണ്? ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിൾ. നമ്മളാണ് നമ്മള് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഫോട്ടോ സിന്തസിസ് പഠിച്ചില്ലേ? ഓർക്കുന്നില്ലേ? ഫോട്ടോ സിന്തസിസ് രണ്ട് ഫേസുകളിലായിരുന്നു അല്ലെ? ഏതൊക്കെയായിരുന്നു ഫോട്ടോ സിന്തസിസിന് രണ്ട് ഫേസുകൾ? ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ? ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഡാർക്ക് ഫേസും അതേപോലെ ലൈറ്റ് ഫേസ് അല്ലേ? അപ്പൊ ഇവിടെയും രണ്ട് സ്റ്റെപ്പുകളാണുള്ളത്. അവിടെ പേരെന്താണ്? ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. ആക്ച്വലി ഫോട്ടോസിന്തസിസിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് ഞാൻ പറയാം കേട്ടോ. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ക്രെബ്സ് സൈക്കിളും ഗ്ലൈക്കോളിസിസും എന്തൊക്കെ നടക്കാൻ നോക്കുക. അപ്പൊ ഇവിടെ ഓർക്കണ കാര്യം, ഈ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ചിത്രം വരച്ച് കാണിച്ചു നിങ്ങൾക്ക്. ഇവിടെ സെല്ലിന്റെ രണ്ട് പാർട്ടുകൾ നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെ അറിയോ? സെല്ലിന്റെ സൈറ്റോപ്ലാസ്റ്റിനകത്ത് വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? മറക്കരുത്. അപ്പൊ മറ്റേത് ഡാർക്ക് ഫേസും ലൈറ്റ് ഫേസും അല്ലെ? ലൈറ്റ് ഫേസ് ഗ്രാനയിലും ഡാർക്ക് ഫേസ് സ്ട്രോമയിലാണ്. അത് സസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ പ്രോസസ്സ് പ്ലാന്റ്സിനും ആനിമൽസിനും ഉണ്ട്. ഏത്? സെല്ലുലാർ റെസ്പിറേഷൻ പ്ലാന്റ്സിനും നടക്കുന്നുണ്ട്, ആനിമൽസിനും നടക്കുന്നുണ്ട് കേട്ടോ. അത് സെല്ലിന്റെ സൈറ്റോപ്ലാസ്റ്റിനകത്താണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഉള്ളത്, ഗ്ലൈക്കോളിസിസ് എന്ന് പറയാം. ഗ്ലൈക്കോളിസിസിന്റെ അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേജ് ആണ്, ഫസ്റ്റ് സ്റ്റേജ് ഗ്ലൈക്കോളിസിസ് ആണ്. നടക്കുന്നത് എവിടെയാണ്? ഇവിടെ എന്താ നടക്കുക? ഈ സൈറ്റോപ്ലാസ്റ്റ് ആദ്യം വെച്ചിട്ട് ഈ പേര് തന്നെ ഉണ്ട് ഗ്ലൈക്കോളിസിസ്. ആദ്യം മനസ്സിലാക്കുക, ലൈസിസ് എന്ന് പറഞ്ഞാൽ വിഘടനം എന്നാണ്. ബയോളജിയില് ലൈസിസ് എന്ന് പറഞ്ഞാൽ വിഘടിക്കുക. അപ്പൊ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഇവിടെ നമ്മളെ ഗ്ലൂക്കോസ് ഇല്ലേ, ഗ്ലൂക്കോസ് ആണ് വിഘടിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്ലൂക്കോസ് എവിടെ നിന്നുണ്ടായത്? സ്റ്റാർച്ച് വിഘടിക്കുമ്പോഴാണ് അല്ലെ? സ്റ്റാർച്ച് എന്ന് പറയുന്ന വലിയ കോമ്പൗണ്ട് വിഘടിക്കുമ്പോഴാണ് ഗ്ലൂക്കോസ് കിട്ടുക. ഇവിടെ എത്തുമ്പോ എന്നറിയോ, അത് സെല്ലിലെ അല്ലെ ബ്ലഡിലൂടെ സെല്ലിലേക്ക് എത്തും. എത്തിക്കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് വിഘടിച്ചിട്ട്, ഓർക്കണേ ഞാൻ പറയുന്ന പോയിന്റ് കൃത്യമായി ഓർക്കണം കേട്ടോ, ഗ്ലൂക്കോസ് വിഘടിച്ചിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് പൈറൂവിക് ആസിഡ് എന്നാണ് പറയാം. ഗ്ലൂക്കോസ് എന്താ കിട്ടുക? അപ്പൊ ഗ്ലൂക്കോസ് വിഘടിച്ചിട്ട് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് പൈറൂവിക് ആസിഡ്. ഇതാണ് ഇവിടെ നടക്കുക. അവിടെ ഓർക്കേണ്ട കാര്യം, ഇത് ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടക്കുന്ന കാര്യമാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് വിശാലമായിട്ട് നിങ്ങൾ പ്ലസ് 1 പഠിക്കുക. ഇപ്പൊ നമ്മൾ അതിന്റെ ബേസിക് കാര്യം മാത്രമാണ്. ഈ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നത് ഒറ്റ ഇപ്പൊ ഈ വരച്ച പോലെ അല്ല. ആദ്യം ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആവും, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാറുമ്പോഴാണ് ഏറ്റവും അവസാനം എന്ത് കിട്ടുള്ളൂ മക്കളെ? പൈറുവിക് ആസിഡ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മളിവിടെ ഇതേപോലെ അല്ല. പക്ഷെ അതിന്റെ എൻഡ് പ്രോഡക്റ്റ് പൈറുവിക് ആസിഡ്. അതുപോലെ ഗ്ലൂക്കോസ് വിഘടിച്ചിട്ട് എന്തായിട്ട് മാറും? അതാണ് വിഘടിക്കുക. അതുകൊണ്ടാണ് ലൈസിസ് പേര് കൊടുക്കാൻ കാരണം ഉണ്ടോ? അപ്പൊ ഗ്ലൈക്കോളിസിസ്, ഗ്ലൂക്കോസ് വിഘടിച്ചിട്ട് ഈ സമയത്ത് ഓർക്കേണ്ട കാര്യം എന്താ? ഈ സമയത്ത് 2 ATP തന്മാത്രകളാണ് ഇതിന്റെ ഫലമായിട്ട്. അപ്പൊ ഇവിടെ കിട്ടുന്ന നെറ്റ് എനർജി എത്രയാണ്? 2 ATP ആണ്. ഏതിന്റെ ഫലമായിട്ട്? ഗ്ലൈക്കോളിസിസിന്റെ ഫലമായിട്ട്. ഓർക്കുണ്ടോ? അപ്പൊ 2 ATP ഉണ്ടാവും. ഇനി ഈ സ്റ്റെപ്പിന്റെ പ്രത്യേകം എന്താ? ഏതിന്റെ? ഈ ഗ്ലൈക്കോളിസിസിന്റെ ഈ പ്രോസസ് നടക്കണമെങ്കിൽ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യമുണ്ട്, ഓക്സിജൻ അല്ലെ? എനർജി റിലീസ് ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം. ബ്രീത്തിങ് ഫോർ എനർജി എന്നാ പറയുന്നത്. പക്ഷെ ഗ്ലൈക്കോളിസിസിന് എന്തിന്റെ ആവശ്യമില്ല? എനർജി ആവശ്യമില്ല. സോറി, ഓക്സിജൻ ആവശ്യമില്ല. ഓക്കെ, ഓക്സിജൻ വേണ്ട. ഓക്സിജൻ ഇല്ലെങ്കിലും ഈ സ്റ്റെപ്പ് നടക്കും. ഓക്കെ, അപ്പോ എന്താണ്? നോട്ട് റിക്വയർഡ് കേട്ടോ.
ഡസ് നോട്ട് അപ്പൊ നോട്ട് റിക്വയർഡ് ഓക്സിജൻ. ഓക്സിജൻ എന്തില്ല? നോട്ട് റിക്വയർഡ് ഓക്സിജൻ. ഓക്സിജന്റെ ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഗ്ലൈക്കോളിസിസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അപ്പൊ എവിടെ നടക്കുന്നത്? സെല്ലിന്റെ സൈറ്റോപ്ലാസ്റ്റിനകത്താണ് വെച്ച് നടക്കുന്നത്. ഇവിടെ നടക്കുന്ന പ്രോസസ് എന്താണ്? ഗ്ലൂക്കോസ് വിഘടിച്ചിട്ട് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നത്. എത്ര ATP കിട്ടും നമുക്ക്? 2 ATP. ഒരു ഗ്ലൂക്കോസ് വിഘടിച്ചിട്ട് ഒരു പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. 2 ATP കിട്ടും. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്താണ്? ഇറ്റ്സ് നോട്ട് റിക്വയർഡ് ഓക്സിജൻ. ഓക്സിജൻ ആവശ്യമില്ല. അപ്പൊ ഓക്സിജന്റെ അഭാവത്തിൽ, ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. അങ്ങനെ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് നടക്കും. സെക്കൻഡ് സ്റ്റേജിലേക്കാണ്. എന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയ ഈ പൈറുവിക് ആസിഡ് ഇല്ലേ, ഏതിന്റെ ഫലമായിട്ട് കിട്ടിയ പൈറുവിക് ആസിഡ്? ഈ ഗ്ലൈക്കോളിസിസിന്റെ ഫലമായിട്ട് കിട്ടിയ പൈറുവിക് ആസിഡ് ആണ് അടുത്ത സ്റ്റേജിൽ പ്രവർത്തിക്കുക. അപ്പൊ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് നടക്കുന്നത് എവിടെയാണോ? മൈറ്റോകോൺഡ്രിയയിലാണ്. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താണ്? ഇതിന്റെ പ്ലേസ് ആണ് കേട്ടോ. മൈറ്റോകോൺഡ്രിയയിലാണ് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ സൈറ്റോപ്ലാസത്തിൽ നിന്നും പൈറുവിക് ആസിഡ് എങ്ങോട്ട് പ്രവേശിക്കും? മൈറ്റോകോൺഡ്രിയ. അതുകൊണ്ടാണ് മൈറ്റോകോൺഡ്രിയ, അവിടെയാണ് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുക. ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ ഈ പൈറുവിക് ആസിഡ്, ഇവിടെ കിട്ടിയ ഈ പൈറുവിക് ആസിഡ് എന്ത് ചെയ്യുന്നറിയോ? ഈ പൈറുവിക് ആസിഡ് ആണ് വിഘടനത്തിന് വിധേയം. ഇത് വിഘടിച്ചിട്ട്, ഓർക്കണേ, ഇത് വിഘടിച്ചിട്ട് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്നറിയോ? ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏത്? നമ്മള് എക്സ്പിറേഷനിലൂടെ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ സെല്ലിൽ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാണ് സെല്ലിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി? നമ്മൾ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സെല്ലിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് എങ്ങനെയാണ് ഫോം ചെയ്തത്? ഈ പൈറുവിക് ആസിഡ് വിഘടിച്ചിട്ട്, തിരിച്ചെഴുതിക്കണം അല്ലെ, പൈറുവിക് ആസിഡ് വിഘടിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. പ്ലസ് അതോടുകൂടെ കാർബൺ ഡൈ ഓക്സൈഡിന് കൂടെ എന്തുകൊണ്ട് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡും അതോട് കൂടെ ഉണ്ടാകുന്ന മറ്റു സംഭവം എന്താ വെച്ചാല് വാട്ടർ, H2O. ഓക്കെ. ആ വാട്ടറും കൂടെയാണ് നമ്മളൊന്ന് ഒരു കണ്ണാടിന് മുമ്പിൽ നിന്നിട്ട് ഒന്ന് ഊതി വെക്കൊണ്ടു അല്ലെ, അതുമാതിരി വാട്ടർ പേപ്പർ വരില്ലേ, ആ വാട്ടർ പേപ്പർ ഈ ഒരു പ്രോസസ്സിന് ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറയാണ്, ഈ പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറായിട്ട് മാറുമല്ലോ. ഇത് ഇങ്ങനെയല്ല, ഒരുപാട് 10 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോഴാണ്. നിങ്ങളെ വീട്ടില് +1 പഠിക്കുന്ന നിങ്ങളുടെ ബ്രദേഴ്സ് ആരെയും സിസ്റ്റേഴ്സും ഉണ്ടെങ്കിൽ അവരുടെ ബയോളജി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ചു നോക്കുക, അവരോടൊന്ന് ചോദിച്ചു നോക്കുക. ജസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ നെറ്റിൽ അടിച്ചാൽ തന്നെ കാണാം. ഓക്കെ. ഇതൊരു വലിയ സൈക്ലിക് പ്രോസസ്സാണ്. 10 സ്റ്റെപ്പുകളിലൂടെയാണ് ഈ പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് മാറുക. 10 സ്റ്റെപ്പ് ഇങ്ങനെ സൈക്കിൾ പോലെയാണ്. ഓക്കെ. അതുകൊണ്ട് അതിന് ക്രെബ്സ് സൈക്കിൾ എന്ന് പറയാൻ കാരണം. ഓക്കെ. സിസിന്റെ ഇതാ ഒരു ബയോളജിയുടെ പ്ലാന്റ് റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. ഇങ്ങനെ ഒരു സൈക്കിൾ, ഇങ്ങനെ ഒരു 10 സ്റ്റെപ്പുകളിലൂടെയാണ് ഇതിങ്ങനെ സൈക്ലിക് ആയിട്ടാ പോവാ. ഓക്കെ. 10 സ്റ്റെപ്പുകൾ കടന്നു പോകുമ്പോഴാണ് പ്രോസസ് കംപ്ലീറ്റ് കേട്ടോ. പക്ഷെ നമുക്ക് 9ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചാൽ മതി? അതിന്റെ സ്റ്റാർട്ടിങ് എൻഡിങ് പഠിച്ചാൽ മതി. അപ്പൊ പൈറുവിക് ആസിഡ് വിഘടിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ട് മാറും. ഈ സമയത്താണ് 28 എത്ര ATP ഉണ്ടാവും? 28 ATP ഫോം ചെയ്യും. ഏറ്റവും കൂടുതൽ എനർജി. അതുകൊണ്ടാണ് മൈറ്റോകോൺഡ്രിയ പവർ ഹൗസ് എന്ന് പറയാൻ കാരണം. ഓക്കെ. 28 ATP തന്മാത്രകളാണ് ഏതുണ്ടാവുന്നത്? ഒരു പൈറുവിക് ആസിഡ് നിന്ന്. ഇവിടെ ഓർക്കുക, ഒരു ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ടുമ്പോ 2 ATP. അപ്പൊ ടോട്ടൽ ഓർക്കേണ്ട കാര്യം നെറ്റ് അല്ലെ, സെല്ലുലാർ റെസ്പിറേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ടോട്ടൽ ATP എണ്ണം എത്രയാണ്? അപ്പൊ അങ്ങനെ ചോദിക്കാം, വാട്ട് ഇസ് എ നെറ്റ് ഗെയിൻ ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ? ഓക്കെ. 13 ATP ആണ് അല്ലെ. 30 ATP ഉണ്ടാവുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ട് 2 ATPയും അതേപോലെ ക്രെബ്സ് സൈക്കിളിന്റെ ഫലമായിട്ട് 28 ATPയും ചേർന്നിട്ട് മൊത്തത്തില് 30 ATP ആണ് ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നടത്താം. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് ഗ്ലൂക്കോസ് തന്മാത്രകൾ ഉണ്ടാവും. ആ ഗ്ലൂക്കോസ് തന്മാത്രകളെ വിഘടിച്ചിട്ട് അത്രത്തോളം ATP ഉണ്ടാവും. ആ ഒരു ATP ഉപയോഗിച്ചുകൊണ്ടാണ്, ആ ഒരു എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ATP is the എനർജി കറൻസി ഓഫ് സെൽ അല്ലെ. കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നത് ATP ആണ്. അപ്പൊ ആ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങൾ എന്റെ ക്ലാസ് കേൾക്കുന്നതും ഒക്കെ ഈ ATP ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. അപ്പൊ ഓർക്കുക, ഇതാണ് ഊർജ നിർമ്മാണ പ്രവർത്തനം. സെല്ലിനകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന
എവിടുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യാം? ഗ്ലൂക്കോസ് വിഘടിച്ചുകൊണ്ട് അല്ലെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ പറയുന്ന പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ. രണ്ട് സ്റ്റെപ്പുകളുണ്ട്, ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും. ഗ്ലൈക്കോളിസിസും സൈറ്റോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്, ക്രബ് സൈക്കിൾ മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നത്. ഗ്ലൈക്കോളിസിനകത്ത് ഗ്ലൂക്കോസ് വിഘടിച്ചിട്ട് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ക്രബ് സൈക്കിളിനകത്തോ പൈറുവിക് ആസിഡ് വിഘടിച്ചിട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു. ഇവിടെ രണ്ട് ATP ആണ് ഫോം ചെയ്യുക. മൈറ്റോകോൺട്രിയലേഷൻ നടക്കുമ്പോൾ 28 ATP പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന് ഓക്സിജൻ ആവശ്യമില്ല. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത? ഈ പ്രോസസ് നടക്കണമെങ്കിൽ ഓക്സിജൻ ഈസ് റിക്വയർഡ് കേട്ടോ. അപ്പൊ ഇതിന് ഓക്സിജൻ അനിവാര്യമാണ്. ഓക്കെ, ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ, ഉറക്കം വരുന്ന ATP പറഞ്ഞുകൊണ്ടല്ല. ഓക്കെ, അപ്പൊ ഓക്സിജൻ റിക്വയർഡ് ആണ് ക്രബ് സൈക്കിൾ കേട്ടോ. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രം, ആ ഓക്സിജന്റെ അഭാവം ഉണ്ടെങ്കിൽ ക്രബ് സൈക്കിൾ നടക്കൂല എന്ന് മാത്രം. അപ്പൊ ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് 2 സ്റ്റെപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും കേട്ടോ. ദ ഫസ്റ്റ് ഫേസ് ഇൻ റെസ്പിറേഷൻ ആണ് ക്രബ് സൈക്കിൾ. സോറി, ഗ്ലൈക്കോളിസിസ്. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻടു പൈറുവിക് ആസിഡ് ആണ്. 2 ATP മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് പ്രോസസ് ഒക്കെ സൈറ്റോപ്ലാസ്റ്റിനകത്ത് വെച്ചിട്ടാണ്. ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ. കൃത്യമായി നിങ്ങൾ മനസ്സിലുണ്ടാവും കേട്ടോ. ക്രബ് സൈക്കിൾ ദ സെക്കൻഡ് ഫേസ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ ആണ്. മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നത് ത്രൂ എ സീരീസ് ഓഫ് കെമിക്കൽ ചേഞ്ച്. ബുക്ക് തന്നെ പറയുന്നുണ്ട് ത്രൂ എ സീരീസ് ഓഫ് ക്രമമായിട്ടുള്ള കേട്ടോ ചേഞ്ചസ് ഫലമായിട്ട് എന്ത് ചെയ്യും? പൈറുവിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് മാറും. 28 ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്. 28 ATP ഉണ്ടാവും. ഓക്സിജൻ റിക്വയർഡ് ആണ്. ഓക്കെ, ഇതിന് ഈ ക്രബ് സൈക്കിൾ എന്നതിന് ഈ പേര് വരാനുള്ള കാരണം എന്താ പറയുക? ഇതിനകത്തുള്ള ഈ ചേഞ്ചസുകളെ, ഇതിനകത്ത് നടക്കുന്ന ഈ ക്രബ് സൈക്കിൾ എന്ന് പറയുന്ന ഈ സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇല്ലേ, ഒരുപാട് ഘട്ടം ഘട്ടമായിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണ്. അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പഠിച്ചത് ഹാൻസ് അഡോൾഫ് ക്രബ്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഹാൻസ് അഡോൾഫ് ക്രബ്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഹാൻസ് അഡോൾഫ് ക്രബ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, പേര് ഓർക്കണേ. ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ സൈക്കിളിന്റെ ഈ റിയാക്ഷന്റെ പ്രോസസ്സുകളെ കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. ഹാൻസ് അഡോൾഫ് ക്രബ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇനി ബുക്കിനകത്ത് ഒരു ടാബിൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ആ ടാബിള് നിങ്ങൾക്ക് ഫില്ല് ചെയ്തൂടെ? സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ദ പാർട്ട് വേർ, ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അതേപോലെ പകർത്തി വെച്ച കുട്ടികളുണ്ടാവും, മോളുടെ ഇപ്പൊ തന്നെ എഴുതിയ കുട്ടികളുണ്ടാവും. ഓക്കെ, അപ്പൊ നോക്ക് നിങ്ങൾ. ദ പാർട്ട് വേർ സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ്. അത് ഗ്ലൈക്കോളിസിസ് എവിടെയാണോ? ഗ്ലൈക്കോളിസിസ് നടക്കുന്ന സ്ഥലം സൈറ്റോപ്ലാസം ആണ്. ക്രബ് സൈക്കിൾ എവിടെയാണ്? മൈറ്റോകോൺട്രിയൽ ആണല്ലേ, ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ പകർത്തി വെച്ചാണ് മൈറ്റോകോൺട്രിയൽ. 2 നീഡ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ആവശ്യകത. ഗ്ലൈക്കോളിസിന് എന്തില്ല? നോട്ട് റിക്വയർഡ് അല്ലെ. അതേപോലെ ഇതാ നോട്ട് റിക്വയർഡ്, ഓക്സിജൻ ആവശ്യമില്ല. മറ്റൊടുത്ത് ഓക്സിജൻ ഈസ് റിക്വയർഡ് ഉണ്ടോ? റിക്വയർഡ് എന്ന് എഴുതണ്ട. നമ്പർ ഓഫ് ATP മോളിക്യൂൾ പ്രൊഡ്യൂസേഴ്സ്. എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ട് 2 ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്രബ് സൈക്കിളിന്റെ ഫലമായിട്ട് 28 ATP ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രോഡക്റ്റുകൾ എന്തൊക്കെയാ പ്രോഡക്റ്റുകള്? ഗ്ലൈക്കോളിസിന്റെ പ്രോഡക്റ്റ് എന്താണ്? പൈറുവിക് അല്ലെ. ഇവിടുത്തെ ഒരു പ്രോഡക്റ്റ് പൈറുവിക് ആസിഡ് ആണ്. പൈറുവിക് ആസിഡും അതേപോലെ 2 ATP. അപ്പൊ നമ്മൾ എഴുതേണ്ട കാര്യം എന്താണ്? ഇവിടെ നമ്മൾ ആരോമർ ശേഷം എഴുതുന്ന പ്രോഡക്റ്റ് അല്ലെ. അപ്പൊ പൈറുവിക് ആസിഡും 2 ATP അതിന്റെ പ്രോഡക്റ്റ് ആണ്. പൈറുവിക് ആസിഡ് 2 ATP. വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ക്രബ് സൈക്കിൾ? ക്രബ് സൈക്കിളിന്റെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് 28 ATP. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും 28 ATP ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, 28 ATP. അപ്പൊ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതുമാണ്. ഇപ്പൊ നമ്മളെ കയ്യിൽ ബേസിക് ആയ കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സെല്ലുലാർ റെസ്പിറേഷന്റെ ഒരു ഫോർമുല നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് അല്ലെ. എങ്ങനെയാണ് ഗ്ലൂക്കോസിന് എനർജി റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായി. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഇക്വേഷൻ, നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതാണെങ്കിൽ എങ്ങനെ അറിയാം? നമുക്കറിയാം, ഇതിന്റെ നിങ്ങൾ കെമിക്കൽ ഫോർമുല എഴുതുമ്പോ C6 അല്ലെ, ഗ്ലൂക്കോസ് ആണ് വിഘടിക്കുന്നത്. C6H12O6 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് സെന്റൻസ് ആക്കി എഴുതിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും അതിന്റെ ഒരു കെമിക്കൽ ഫോർമുല രൂപത്തിൽ എഴുതാൻ നല്ലത്. അപ്പോ ഇത് എന്ത് വേണം? ഓക്സിജൻ അല്ലെ, 6O2 ബാലൻസ് ചെയ്യണമെങ്കിൽ 6 ഓക്സിജൻ വേണം. ഓക്കെ,
അങ്ങനെ എന്ത് നടക്കും? സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുകയും അതിന് ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? കിട്ടുന്നത് എവിടെ നോക്കിയെങ്കിൽ 6 അല്ലെ കാർബൺ. അപ്പോ 6 CO2 6 കാർബൺ ഡൈ ഓക്സൈഡും 6 H2O 6 വാട്ടർ മോളിക്യൂളും ഉണ്ടോ? 6 H2O then 30 AT. Okay, this is the balanced equation of cellular respiration. So C6H12O6. Okay, 6O2 ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആറ് കൊടുത്തിട്ടുള്ളത്, നമുക്കറിയാലോ. ഓക്കെ, അപ്പൊ 6 CO2 plus 6 H2O plus 13 ATP molecules are formed. This is the balanced equation of the cellular respiration. Clear ആണോ മക്കളെ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്നും അതിന്റെ 2 സ്റ്റെപ്പുകൾ എന്താണെന്നും ആ 2 സ്റ്റെപ്പുകൾ നടക്കുന്ന പ്രോസസ് എന്താണെന്നും ക്ലിയർ ആയ മക്കളെല്ലാം യെസ് എന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. നമുക്ക് സ്കൂൾ തുറന്നാല് പരീക്ഷ ഉണ്ടാവും. പരീക്ഷ അധികൃതർ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒറ്റ പരീക്ഷയാണ്. ഓക്കെ, മാർച്ചില് നവംബർ സ്കൂൾ തുറന്നിട്ട് മാർച്ചിൽ ഒരു ആനുവൽ എക്സാം ആയിരിക്കും നടക്കുക കേട്ടോ. അപ്പൊ അവിടെ ഇതൊക്കെ ആവശ്യം വരും. ഇനി ഇപ്പൊ നമ്മള് നേരത്തെ നിങ്ങൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് അല്ലെ. ആ ഫോട്ടോസിന്തസിസും ഈ സെല്ലുലാർ റെസ്പിറേഷൻ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിനും ചില സാമ്യങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് അല്ലെ. രണ്ട് സ്റ്റെപ്പ് ഉണ്ട്, രണ്ടിലും 2 കാര്യം നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പട്ടിക നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, ഒരു ടാബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് പേജ് നമ്പർ 54 കാണാൻ പറ്റും. ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അപ്പൊ നോക്കുക, ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ അതിന്റെ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ, അപ്പോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഗ്ലൂക്കോസ് അല്ലെ നിർമ്മിച്ചുകൊണ്ട് അല്ലെ ഗ്ലൂക്കോസ് നിർമ്മിച്ചുകൊണ്ട് എനർജിയെ സംഭരിച്ചു വെക്കുകയാണ് ചെയ്യും അല്ലെ. എനർജി അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. ആ സ്ഥാനത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ഗ്ലൂക്കോസ് വിഘടിച്ചുകൊണ്ട് എനർജിയെ റിലീസ് ചെയ്യാം അല്ലെ. ഓരോരുത്തർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈറ്റ് എനർജിയെ അല്ലെ കെമിക്കൽ എനർജി ആക്കി മാറ്റി സംഭരിക്കുക. അപ്പൊ നമ്മൾ എഴുതി വെക്കുക. ഒന്നാമത്തെ കോളേജ് വളരെ ചെറുതായിട്ട് എഴുതണേ. പ്രൊഡ്യൂസ്ഡ് എനർജി ബൈ, ഒന്നാമത്തെ കോളത്തിൽ എഴുതാം പ്രൊഡ്യൂസ്ഡ് എനർജി നിർമ്മിക്കുകയാണ്. എങ്ങനെയാണ്? ബൈ പ്രൊഡ്യൂസ്ഡ് എനർജി ബൈ സിന്തസൈസിങ് ഗ്ലൂക്കോസ്. ഓക്കെ, സിന്തസൈസിങ് ഗ്ലൂക്കോസ് നിർമ്മിച്ചുകൊണ്ട് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഗ്ലൂക്കോസ് നിർമ്മിച്ചുകൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ പ്രൊഡ്യൂസ് എനർജി ബൈ സിന്തസൈസിങ് ഗ്ലൂക്കോസ്. മറ്റൊരുത്ത് എന്ത് ചെയ്താം? ഇവിടെ എഴുതേണ്ട കാര്യം എന്ന് വെച്ചാല് റിലീസ് എനർജിയാണ് അല്ലെ. ഇവിടെ എനർജി പുറന്തള്ളപ്പെടാം. ഓക്കെ, റിലീസ് എനർജി എങ്ങനെയാണ്? ബൈ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, ബൈ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസ് വിഘടിച്ചുകൊണ്ട് എനർജി റിലീസ് ചെയ്യലാണ് നമ്മൾ പഠിച്ച റെസ്പിറേഷനിൽ നടക്കുക. അപ്പൊ അതിന്റെ രണ്ടിനെ ഫംഗ്ഷൻ കൃത്യമായിട്ട് ഓർക്കണം കേട്ടോ. പ്രൊഡ്യൂസ് എനർജി ബൈ സിന്തസൈസിങ് ഗ്ലൂക്കോസ്, ഹിയർ റിലീസ് എനർജി ബൈ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത ഫേസ് ഇൻഡിക്കേറ്റ് ഫേസ് ഓഫ് ദ റിയാക്ഷൻ. ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ്. ഒന്നാമത്തെ ഫേസ് ലൈറ്റ് ഫേസ് അല്ലെ. ഒന്നാമത്തത് ലൈറ്റ് ഫേസും അതിനെ തുടർന്ന് ആരുണ്ടാവും? ഡാർക്ക് ഫേസ്. ഓക്കെ, 2 ഫേസുകളാണ് ഫോട്ടോസിന്തസിനുള്ളത്, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നാമത്തെ ഫേസ് ഗ്ലൈക്കോളിസിസ് ആണ് അല്ലെ. ഗ്ലൈക്കോളിസിസും രണ്ടാമത്തെ ഫേസിന്റെ പേര് എന്താണ്? സെക്കൻഡ് ഫേസിന്റെ പേര് ക്രെബ്സ് സൈക്കിൾ എന്നാണ് ആണല്ലോ. യെസ്, അപ്പൊ അതും ക്ലിയർ ആയി അല്ലെ. അപ്പൊ നമുക്ക് 2 പോയിന്റ് ക്ലിയർ ആയി. ഒന്ന് അതിന്റെ ഫംഗ്ഷൻ, രണ്ടാമത്തെ അതിന്റെ ഫേസുകൾ. മൂന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? സബ്സ്ട്രേറ്റുകളാണ്. ഓക്കെ, ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒന്ന് പറഞ്ഞാൽ നിങ്ങള് ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്ട്രേറ്റുകൾ ആയിരിക്കാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ആണ്. വെരി ഗുഡ് അല്ലെ. ഫോട്ടോസിന് ആവശ്യമുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും പ്ലസ് വാട്ടർ ആണ് ഇവിടെ ആവശ്യമുള്ളത്. പിന്നെ ലൈറ്റിന് അല്ലെ സൺലൈറ്റും ക്ലോറോഫിലൊക്കെ വേണം. പക്ഷെ ആവശ്യമുള്ള സബ്സ്ട്രേറ്റുകൾ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറാണ്. ഇവിടെ എന്താണ്? ഇവിടുത്തെ സബ്സ്ട്രേറ്റ് എന്താണ്? ഇവിടെ സബ്സ്ട്രേറ്റ് എന്താണ്? ഗ്ലൂക്കോസും ഓക്സിജൻ ആണ്. വെരി ഗുഡ് അല്ലെ. അപ്പൊ C6H12 അല്ലെ, O6 and O2 ഓക്സിജൻ അല്ലെ.
ഇനി ഇവിടുത്തെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? ഇവിടുത്തെ പ്രോഡക്റ്റ് എന്താണ്? വളരെ സിമ്പിൾ ആണ്. ഇവിടുത്തെ സബ്സ്ട്രേറ്റ് ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നേരെ തിരിച്ചോ, ഈ സാധനം ഇവിടെ വരും എന്ന് വെച്ചാൽ C6H12 അല്ലെ, ഗ്ലൂക്കോസും ഓക്സിജൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെ. ഗ്ലൂക്കോസും ഓക്സിജൻ ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. ഇവിടുത്തെ പ്രോഡക്റ്റ് എന്തെങ്കിലും ഇവിടുത്തെ പ്രോഡക്റ്റ് എന്താണ്? ഇവിടുത്തെ സബ്സ്ട്രേറ്റ് ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ് അല്ലെ. യെസ്, ഓക്കെ. CO2 പ്ലസ് CO2, H2 അല്ലെ. അപ്പൊ നേരെ തിരിച്ചാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ സബ്സ്ട്രേറ്റ് ഇവിടുത്തെ പ്രോഡക്റ്റും ഇവിടുത്തെ സബ്സ്ട്രേറ്റ് ഇവിടുത്തെ ഇവിടുത്തെ പ്രോഡക്റ്റ് ഇവിടുത്തെ സബ്സ്ട്രേറ്റ് നേരെ തിരിച്ചായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റെസ്പിറേഷനെയും ഫോട്ടോസിന്തസിനെയും തമ്മിൽ കമ്പയർ ചെയ്യാം. റെസ്പിറേഷനെയും ഫോട്ടോസിന്തസിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ. അപ്പൊ ഓരോരുത്തരും പ്രൊഡ്യൂസ്ഡ് എനർജി ബൈ സിന്തസൈസിങ് ഗ്ലൂക്കോസ് ആണെങ്കിൽ ഓരോരുത്തർ റിലീസ് എനർജി ബൈ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഒന്ന് ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഉണ്ടെങ്കിൽ ഒന്ന് ഗ്ലൈക്കോളിസിസും ക്രബ്സ് സൈക്കിളും ഉണ്ട്. ആ പേര് എങ്ങനെ വന്നു ഞാൻ പറഞ്ഞല്ലോ. ക്രബ്സ് സൈക്കിളിന് പേര് കൊടുത്തത് ഹാൻസ് അഡോൾഫ് ക്രബ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ കണ്ടുപിടുത്തമാണ്. അദ്ദേഹമാണ് ഈ ഡാർക്ക് ഫേസിനകത്തുള്ള ഘട്ടങ്ങളെ കുറിച്ച് പഠിച്ചത്. അതുകൊണ്ടാണ് ആ സ്റ്റെപ്പുകളെ ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന അല്ലെ, സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയുകയുണ്ടായി. ഇനി അപ്പൊ ഇവിടെ സെല്ലിനകത്ത് എന്തുണ്ടായി? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്തു അല്ലെ. ആ കാർബൺ ഡയോക്സൈഡിനെ ഇനി തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് ഓക്സിജൻ കൊണ്ടുപോയത് ഒറ്റ പ്രധാനമായിട്ട് രൂപത്തിലാണ്. എങ്ങനെയാണ്? ഓക്സി ഹീമോഗ്ലോബിൻ. ഇനി നമുക്ക് പറയാനുള്ളത് എക്സ്പൾഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് എങ്ങനെ പുറത്ത് വെള്ളപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോ കാർബൺ ഡയോക്സൈഡ് നോക്ക് നിങ്ങള്. കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ആർ ഫോംഡ് ഇൻ ദ സെൽ ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ. മനസ്സിലായ കാര്യമാണ് അല്ലെ. കാർബൺ ഡയോക്സൈഡും വാട്ടറും ആണ് റെസ്പിറേഷന് ഫലമായിട്ട് ഉണ്ടാവുന്നത് ഡ്യൂറിങ് റെസ്പിറേഷൻ. ഇനി ആദ്യം ഈ വാട്ടർ നമ്മൾ ആദ്യം നോക്കേണ്ടത് എങ്ങനെയാണ് വാട്ടർ ഇസ് എലിമിനേറ്റഡ്. ഹൗ ദ വാട്ടർ ഇസ് എലിമിനേറ്റഡ്. കാർബൺ ഡയോക്സൈഡിന് മുമ്പ് നമുക്ക് വാട്ടർ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ്? എ ട്രേസ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ അല്ലെ. അപ്പൊ വാട്ടർ വേപ്പർ ആയിട്ട് ഏതൊക്കെയാ രൂപത്തിലാണ്? ഒന്ന് വാട്ടർ വേപ്പർ അല്ലെ. നേരത്തെ പറഞ്ഞു നമ്മൾ എക്സ്ഹാൽ ചെയ്യുമ്പോ അല്ലെങ്കിൽ എക്സ്പിറേഷൻ ചെയ്യുമ്പോ കുറച്ച് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ വേപ്പർ ആയിട്ട് പുറത്തു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ട്രേസ് എമൗണ്ട് വളരെ നേരിയ എമൗണ്ട് നടത്തുട്ടോ. ട്രേസ് എന്ന് പറഞ്ഞാൽ ട്രേസ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് എലിമിനേറ്റഡ് ആസ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ. ഓക്കെ, വാട്ടർ വേപ്പർ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഏതൊക്കെ രൂപത്തിലാണ്? ഓക്കെ, വേറെ രൂപത്തിലെ വാട്ടർ പുറത്തു പോകുന്നത് പറയാൻ പറ്റുമോ? വാട്ടർ വേപ്പർ ആയിട്ട് പുറത്തു പോകുന്നതോടൊപ്പം വേറെ ഏത് രൂപത്തിലെ വാട്ടർ പുറത്തു പോകുന്നത് ആർക്ക് പറയാൻ പറ്റും? യെസ്, യു ക്യാൻ, പറയൂ. വേറെ വിയർപ്പായിട്ട്. വെരി ഗുഡ് ആനന്യ. ഓക്കെ, അപ്പോ വെരി ഗുഡ് ദ യൂറിൻ. ഓക്കെ, അപ്പോ ആൻഡ് ആൾസോ ഇൻ ദ ഫോം ഓഫ് യൂറിൻ അല്ലെ. മൂത്രമായിട്ട് വാട്ടർ പുറത്ത്. മൂത്രത്തിലെ 96% വാട്ടറാണ് അല്ലെ. യൂറിനിലൂടെ പുറത്താകുന്നത്. അതേപോലെ ആസ് ഇൻ ദ ഫോം ഓഫ് സ്വെറ്റ്. ഓക്കെ, വിയർപ്പായിട്ട്. അപ്പൊ 3 രൂപത്തിലാണ് വാട്ടർ പുറന്തള്ളപ്പെടുക. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കണേ. നമുക്ക് ട്രേസ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് എലിമിനേറ്റഡ് ആസ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ. അത് കഴിഞ്ഞിട്ട് ആ ബുക്കിനെ സൈഡിൽ എഴുതി വെക്കുക. ആൻഡ് ആൾസോ ഇൻ ദ ഫോം ഓഫ്, അതിന്റെ വെളുത്ത ഭാഗമല്ലേ ഇവിടെ എഴുതാൻ മതി. ആൻഡ് ആൾസോ ഇൻ ദ ഫോം ഓഫ് യൂറിൻ ആൻഡ് സ്വെറ്റ്. ഓക്കെ, വിയർപ്പായിട്ടും മൂത്രമായിട്ടും വാട്ടർ പുറത്തു പോകും. ഇതിൽ മേജർ ആയിട്ട് പുറത്തു പോകുന്നത് മൂത്രത്തിലൂടെയാണ് കേട്ടോ. 96% മൂത്രത്തിനകത്ത് വാട്ടറാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പൊ വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നത് വാട്ടർ വേപ്പർ ആയിട്ട് സ്വെറ്റ് ആയിട്ട് ചെയ്യും. ഇനി നമ്മൾ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യാം? കാർബൺ ഡയോക്സൈഡ് 3 രൂപത്തിലാണ് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക? 3 രൂപത്തിലാണ് കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്യുക. ഒന്നാമത് ഓക്കെ നോക്കുക, 7%. 7% ബുക്കിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 7% കാർബൺ ഡയോക്സൈഡ് എന്നറിയോ? ഡിസോൾവ് ഇൻ പ്ലാസ്മ വാട്ടർ. എങ്ങനെയാണ്? 7% ഓഫ് കാർബൺ ഡയോക്സൈഡും ഡിസോൾവ് ഇൻ പ്ലാസ്മ വാട്ടർ. പ്ലാസ്മയിലെ വാട്ടറിൽ ലയിച്ചുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ അതിനെ കാർബോണിക് ആസിഡ് എന്ന് പറയാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ആസ് ഇൻ ദ ഫോം ഓഫ് കാർബോണിക് ആസിഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കാർബോണിക് ആസിഡ് ബോഡിക്കകത്ത് അമിതമാകുന്നത് നല്ലതല്ല. പക്ഷെ 7%ഉം കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടഡ് ആസ് ഇൻ ദ ഫോം ഓഫ് ഡിസോൾവ് ഇൻ പ്ലാസ്മ വാട്ടർ.
പ്ലാസ്മയിലെ വാട്ടറിൽ ലയിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കാർബോണിക് ആസിഡ് ആയിട്ടാണ് 7% എലിമിനേറ്റ് ചെയ്യാം. ബാക്കി 23%, 23%, അപ്പൊ 30 ആയല്ലോ അല്ലെ. 23% കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ്. നേരത്തെ ഓക്സിജൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഹീമോഗ്ലോബിൻ സഹായിക്കുന്നുണ്ട് അല്ലെ. ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാ പോന്ന് പറഞ്ഞു. ആ ഹീമോഗ്ലോബിനുമായിട്ട് അപ്പൊ ഇവിടെ നോക്കുക. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം HbCO2. HbCO2 എന്ന് പറഞ്ഞാൽ കാർബ അമിനോ, അതിന്റെ പേരാണ് കാർബ അമിനോ ഹീമോഗ്ലോബിൻ ആണ്. ഉണ്ടോ? എന്താണ് പ്രോഡക്റ്റിന്റെ പേരാണ് കാർബ അമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ, കാർബോക്സി ഹീമോഗ്ലോബിൻ അല്ല കേട്ടോ. കാർബോക്സി ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. കുട്ടികളത്തിൽ ആണ് പോകുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ, ഇങ്ങോട്ട് പോകുമ്പോ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ അല്ലേ എന്ന് വിചാരിക്കരുത്. കാർബോക്സി ഹീമോഗ്ലോബിൻ അല്ല, എന്താണ് കാർബ അമിനോ ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, അപ്പൊ 23% കാർബൺ ഡൈ ഓക്സൈഡ് ആസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ഫോം ഓഫ് കാർബ അമിനോ ഹീമോഗ്ലോബിൻ. എങ്ങനെയാണ്? ഹിയർ കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് വിത്ത് കമ്പൈനിങ് വിത്ത് ഹീമോഗ്ലോബിൻ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇനി ബാക്കി 70%, 70% കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ് ഇൻ ദ ഫോം ഓഫ് ബൈകാർബണേറ്റ് ആയിട്ട്. എങ്ങനെയാണ്? ആസ് ബൈകാർബണേറ്റ്. ഓക്കെ, ബൈകാർബണേറ്റുകളായിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഞാൻ NTSC ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ എന്നാലും ഒന്നുകൂടി നിങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പൊ ആസ് ബൈകാർബണേറ്റ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട്. എങ്ങനെയാണ്? ഫോംഡ് ബൈ ഗെറ്റിംഗ് ഡിസോൾവ് ഇൻ വാട്ടർ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ബൈകാർബണേറ്റ് ഉണ്ടാവാം? ഹിയർ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഡിസോൾവ് ഇൻ വാട്ടർ ഇൻ ദ RBC. വാട്ടർ ഇൻ ദ RBC. RBCയിലെ വാട്ടറുമായിട്ടാണ് ബൈൻഡ്. അപ്പൊ എങ്ങനെയാണ് ബൈകാർബണേറ്റ് ഫോം ചെയ്യാം? ബൈകാർബണേറ്റ് ആവുന്നത് ഹിയർ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ ഇൻ ദ RBC. RBCയിലെ വാട്ടറുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ബൈകാർബണേറ്റ്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 3 രൂപത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഒന്ന് 7% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടഡ് dissolve in plasma water and 23% of carbon dioxide bind with them hemoglobin in the red blood cell. അല്ലെ, ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് കാർബ അമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. ആൻഡ് 70% of carbon dioxide as in the form of bicarbonate. ബൈകാർബണേറ്റ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഹിയർ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ ഇൻ ദ RBC. മറക്കാൻ പാടില്ല കേട്ടോ. വാട്ടർ ഇൻ ദ RBCയിലെ വാട്ടറുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ബൈകാർബണേറ്റുകളായിട്ടാണ് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട്. ക്ലിയർ ആണോ മക്കളെ? പരീക്ഷ ചോദിച്ചാലും നിങ്ങൾക്ക് ഭാവിയിലൊക്കെ ആവശ്യപ്പെടുന്ന സാധനമാണ് കേട്ടോ. റിയാക്ട് കേട്ടോ, കൃത്യമായിട്ട് ഓർത്തിരിക്കണേ. അങ്ങനെ ബുക്കിനകത്ത് പറയുന്നുണ്ട്, ബുക്കിനകത്ത് ചിത്രങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ആ ചിത്രം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് അതിന്റെ ഒരു ബൈൻഡിങ്, ഇത് കാർബൺ ഡയോക്സൈഡ് സെല്ലിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടായത്. ആ സെല്ലിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ആദ്യം ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഡയറക്റ്റ് ബ്ലഡും സെല്ലും തമ്മിൽ കോണ്ടാക്ട് ഇല്ലല്ലോ. അപ്പോ ടിഷ്യൂസിൽ നിന്ന് ടിഷ്യൂ ഫ്ലൂയിഡിലേക്കും അവിടെ നിന്ന് ബ്ലഡിലേക്കും നടക്കും അല്ലെ. ബ്ലഡിലൂടെ 3 രൂപത്തിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഈ 3 രൂപം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം കേട്ടോ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ, നമ്മളെ ആൽവിയോളസ് എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും. ഓക്കെ, നമുക്കറിയാം ആൽവിയോളസിനകത്ത് കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും അല്ലെ. ഇങ്ങനെ ആൽവിയോളസ് വരച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ വന്നു. ഞാൻ ചിത്രം നമ്മൾ ഇവിടെ വരച്ച ചിത്രമാണ്. അവിടേക്ക് എത്താം, നമ്മൾ അവിടേക്ക് എത്താം അല്ലെ. അപ്പൊ ഇവിടെ ഈ ബ്ലഡിന്റെ പ്രത്യേകത ഇത് കാർബൺ ഡയോക്സൈഡ് കൂടിയ രക്തമാണ് അല്ലെ. CO2 അല്ലെ, കാർബൺ ഡയോക്സൈഡ് കൂടിയ ബ്ലഡ് ആയിരിക്കും. കാരണം ഈ ബ്ലഡിനകത്താണ് കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ളത്. ഇത് ഡയറക്റ്റ് ലങ്സിലേക്ക് അല്ല വരിക കേട്ടോ. ഡയറക്റ്റ് ലങ്സിലേക്ക് അല്ല വരിക. എങ്ങനെ വരും? നമ്മളെ ഓരോ സെല്ലിന്നും കാപ്പിലറി ആയി മാറി, വെയിനായി മാറി, ഏറ്റവും വലിയ വീനക്കാവയായി മാറി, ആ വീനക്കാവ ഹാർട്ടിലേക്ക് വന്ന്, ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിലേക്ക് വന്ന്, റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോയിട്ടാണ് ഈ ബ്ലഡ് ഇവിടെ എത്തുന്നത് കേട്ടോ. വല്ലാത്ത ചേട്ടൻ. അല്ലാതെ ഡയറക്റ്റ് ലങ്സിലേക്കാണോ? അല്ല, അതൊക്കെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഓർക്കുണ്ടാവും അല്ലേ മക്കളെ? ഓർക്കുന്നില്ലേ? അല്ലാതെ ടിഷ്യൂസിൽ നിന്ന് നേരിട്ട് ലങ്സിലേക്കാണോ? അല്ല, അത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ടിഷ്യൂസിൽ നിന്ന്
ഡയറക്റ്റ് ലങ്സിലേക്കല്ല. അത് ഈ പറഞ്ഞ കാര്യത്തിലൂടെ ഒക്കെ പുറത്തു പോകും കേട്ടോ. ടിഷ്യൂസിൽ നിന്ന് കാപ്പിലറി ആയി തുടങ്ങി കാപ്പിലറീസ് വെയിൻ ആയിട്ട് മാറി അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇവിടെ പറഞ്ഞതാണ്, ഇനി പറയേണ്ട ആവശ്യമില്ല വെച്ചിട്ടാണ്. അപ്പൊ കാപ്പിലറി ആയി മാറി, കാപ്പിലറി വെയിൻ ആയി മാറി, വെയിൻ ഏറ്റവും വലിയ വീനക്കാവായി മാറി, വീനക്കാവ റൈറ്റ് ഏട്രിയത്തിലേക്ക് വന്നു, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിലേക്ക് വന്നു, അവിടുന്ന് പൾമിനറി ആർട്ടറിയിലേക്ക് വന്നു. ആ പൾമിനറി ആർട്ടറിയിലൂടെയാണ് ലങ്സിലേക്ക് എത്തുക അല്ലെ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഈ സമയത്ത് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലേക്ക്. അപ്പൊ അങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നത്. വലിയൊരു പ്രോസസ്സാണ് അല്ലെ, നിസ്സാര കാര്യം എന്നല്ല മനസ്സിലാക്കുക. ഇവിടെ എന്ത് നടക്കുന്നു നോക്കുക, ഇൻസൈഡ് ദ ലങ്സ് here the carbaminohemoglobin and bicarbonate break down and carbon dioxide is released. ലങ്സിനകത്ത് വെച്ചിട്ട് ഓക്കെ, ലങ്സിലേക്ക് വരുമ്പോ ഈ കാർബൺ അമിനോ ഹീമോഗ്ലോബിനും അതേപോലെ ബൈകാർബണേറ്റും ബ്രേക്ക് ഡൗൺ ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ സെല്ലുകളിലേക്ക് വിട്ടുകൊടുക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഹൗ ദ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എക്സ്പെൽഡ് കൃത്യമാണോ? അപ്പോൾ നമ്മൾ ആദ്യം വാട്ടർ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ട്രേസ് എമൗണ്ട് ഓഫ് വാട്ടർ എലിമിനേറ്റ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ, ആൾസോ ഇൻ ദ ഫോം ഓഫ് യൂറിൻ ആൻഡ് സ്വെറ്റ്. ക്ലിയർ ആണ്? ഹൗ ദ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റഡ്? ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് 3 രൂപത്തിലാണ് എലിമിനേറ്റ് ചെയ്യുക അല്ലെ. ഒന്ന് 7% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ ദ പ്ലാസ്മ വാട്ടർ, നമുക്ക് കാർബോണിക് ആസിഡ് എന്ന് പറയാം. ആൻഡ് 23% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് dissolved by transport by combining with the hemoglobin in the RBC as in the form of carbaminohemoglobin. മൂന്നാമതായിട്ട് 70% carbon dioxide transported as in the form of bicarbonate. How the bicarbonate is formed? Yeah, the bicarbonate formed carbon dioxide dissolved with the water in the RBC and form bicarbonate. Okay, then ഇവ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുക? ആ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ലങ്സിലേക്ക് എത്താൻ മനസ്സിലായല്ലോ അല്ലെ. ഡയറക്റ്റ് കാര്യം കൃത്യമാണ് ഓർക്കണേ, ഡയറക്റ്റ് ടിഷ്യൂസിൽ നിന്ന് ലങ്സിലേക്കല്ല, അത് ഈ പറയുന്ന രൂപത്തിലൂടെ കേട്ടോ. ടിഷ്യൂസിൽ നിന്ന് കാപ്പിലറി ആയി ആരംഭിച്ച് വെയിനായി മാറി, വീനക്കാവയായി മാറി, അത് റൈറ്റ് ഏട്രിയത്തിൽ എത്തും. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ട്രൈകാസ്പിഡ് വാൽവ് വഴി റൈറ്റ് വെൻട്രിക്കിളിൽ എത്തും. അവിടെ നിന്ന് പൾമിനറി ആർട്ടറി വഴി ലങ്സിലേക്ക് എത്തിയിട്ടാണ് ഈ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം. ഇനി ബുക്കിനകത്ത് റെഡിങ് കാണാൻ പറ്റും. വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ബിക്കം എക്സസീവ്, നമ്മുടെ ബോഡിക്കകത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയാൽ എന്താ പ്രശ്നം? കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ കൂടെ എന്തൊക്കെയാണ് പ്രശ്നം നോക്കാം. ഈ നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അതാത് സമയത്ത് കൃത്യസമയത്ത് എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അത് കൃത്യസമയത്ത് എലിമിനേറ്റ് ചെയ്തപ്പെട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്ക് വായിച്ചു നോക്കാം. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പെൽഡ് ത്രൂ ദ ലങ്സ് അല്ലെ, പുറന്തള്ളപ്പെടുന്നുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദിസ് ഡസ് നോട്ട് ടേക്സ് പ്ലേസ്? ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾക്ക് പുറത്ത് വിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക നോക്കാം. വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ടേക്സ് പ്ലേസ് ഇൻ അവർ ബോഡി അല്ലെ. നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ദ സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് ഓൺ അതിൽപ്പെട്ട ഒന്നാണ്, അതിൽപ്പെട്ട ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്, ഒരു മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പഠിച്ച സെല്ലുലാർ റെസ്പിറേഷൻ. ആസ് എ റിസൾട്ട് ഓഫ്, അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, ആസ് എ റിസൾട്ട് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ വാട്ട് ഹാപ്പൻ? പ്രോഡക്റ്റ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആർ ഫോംഡ് അല്ലെ. നമുക്ക് എല്ലാവരും ഒന്ന് കാണാം, ഈ സെല്ലുലാർ റെസ്പിറേഷന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യും. When the level of these products increases beyond a limit, ഒരു പരിധിക്കപ്പുറം ഈ പ്രോഡക്റ്റുകളുടെ അളവ് കൂടിയാൽ, ഏത് പ്രോഡക്റ്റിന്റെ എസ്പെഷ്യലി കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയാൽ what happen? The very existence of life is danger. ജീവന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിക്കകത്ത് കൂടിയാല് ലൈഫിന്റെ നിലനിൽപ്പ് വരെ അപകടത്തിലാവുന്ന പറയാം.
അപ്പൊ എന്ത് ചെയ്യണം, എന്താ സംഭവിക്കുക, ഇനിയുള്ള പോയിന്റ് ഓർക്കണം കേട്ടോ. ഇനിയുള്ള പോയിന്റാണ് എക്സാമ്പിൾ നിങ്ങൾ എഴുതേണ്ടത്. കാർബൺ ഡയോക്സൈഡ് ബോഡിക്കകത്ത് കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നുള്ള. ഹിയർ കാർബൺ ഡയോക്സൈഡ് കമ്പൈൻഡ് വിത്ത് വാട്ടർ പ്രസന്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. സെല്ലിനകത്തും പുറത്തുമുള്ള വാട്ടറുമായിട്ട് കാർബൺ ഡയോക്സൈഡ് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, കാർബോണിക് ആസിഡ് ഉണ്ടാവും. ഓർക്കണം, ഹിയർ ദ കാർബൺ ഡയോക്സൈഡ് ഓർക്കണം, ഇവിടെ സംഭവിക്കുന്ന കാര്യം ഓർക്കാം, കാർബൺ ഡയോക്സൈഡ് ബൈൻഡ് വിത്ത് ദ വാട്ടർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. സെല്ലിനകത്തും പുറത്തുമുള്ള വാട്ടറുമായിട്ട് കാർബൺ ഡയോക്സൈഡ് ബൈൻഡ് വിത്ത് വാട്ടർ ടു ഫോം H2CO3, കാർബോണിക് ആസിഡ് ഉണ്ടാവും. ഓക്കെ, H2CO3 ആണ് കാർബോണിക് ആസിഡ്. ഇങ്ങനെ കാർബോണിക് ആസിഡ് ബോഡിയിൽ ഫോം ചെയ്താലോ, ദിസ് ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാർബോണിക് ആസിഡ്, ഇൻക്രീസ് ദ acidity in the body. കാർബോണിക് ആസിഡിന്റെ അളവ് കൂടിയാൽ ദിസ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ദ കാർബോണിക് ആസിഡ്, ഇൻക്രീസ് ദ, അത് ഓർക്കണം, ഇവിടെ ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ബോഡിയുടെ അസിഡിറ്റി കൂടും, അസിഡിറ്റി ഇൻ ദ ബോഡി. ഓക്കെ, ബോഡിക്കകത്തുള്ള ബോഡിയുടെ അപ്പൊ നമ്മൾ അസിഡിറ്റി എന്നൊക്കെ പറയുന്ന ഈ ഗ്യാസ് ട്രബിൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ടാവും. ഓക്കെ, അസിഡിറ്റി ഓഫ് ദ ബോഡി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ദിസ് ചേഞ്ച് ഇൻ ദ ഇന്റേണൽ, അങ്ങനെ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ദിസ് ചേഞ്ച് ഇൻ ദ ഇന്റേണൽ എൻവയോൺമെന്റ്, നമ്മുടെ ആന്തര പരിസ്ഥിതിയെ തെറ്റിക്കും. ഓക്കെ, ഇന്ത്യൻ എൻവയോൺമെന്റ് മനസ്സിലാക്കുക, നമ്മളെ ആന്തര എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടാണ്, നമ്മൾ ജീവിക്കുന്ന നമ്മളെ ബോഡിയുടെ പരിസരമാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഇവിടെ നമ്മുടെ ബോഡിക്ക് അകത്തുള്ള പരിസ്ഥിതിയാണ് നമ്മള് ഇന്റേണൽ എൻവയോൺമെന്റ്, അത് താളം തെറ്റുകയും ആൻഡ് ദ സബ്സ്റ്റൻസ് ദാറ്റ് കോസ് ചേഞ്ച് ഇൻ ദ ഇന്ത്യൻ എൻവയോൺമെന്റ് മസ്റ്റ് ബി ഡു. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത്തരം ആന്തര സമസ്ഥിതിയെ താളം തെറ്റിക്കുന്ന, ഓക്കെ, ഇന്ത്യൻ എൻവയോൺമെന്റ് താളം തെറ്റിക്കുന്ന ഇത്തരം വസ്തുക്കളെ കറക്റ്റ് സമയത്ത് ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യപ്പെടണം. ഓക്കെ, ദിസ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് മെയിൻറ്റെയിനിങ് ദ ഹോമിയോസ്റ്റാസിസ്. ഓക്കെ, ഇതും ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. നമ്മുടെ ബോഡിയുടെ എല്ലാത്തിന്റെയും കൃത്യമായ അളവുണ്ട്, ആ അളവിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയാം. ആ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ കാർബൺ ഡയോക്സൈഡ് ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും മനസ്സിലാക്കുക, വളരെ സിമ്പിളി മനസ്സിലാക്കുക. ദ കാർബൺ ഡയോക്സൈഡ് if not eliminated, it combined with water in and out of the cell to form carbonic acid. This cause the acidity of the body. ഇത്രയും കാര്യങ്ങൾ ഈ ബോർഡിനകത്തുള്ള ഈ ഒരു സെന്റൻസ് മാത്രമാണ് നിങ്ങൾ പാരഗ്രാഫിൽ പഠിച്ചിരിക്കേണ്ടത്. ആ പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട ആവശ്യം. അപ്പൊ കാർബൺ ഡയോക്സൈഡ് യഥാസമയത്ത് ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡും കറക്റ്റ് സമയത്ത് യഥാസമയത്ത് ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഹിയർ ദ കാർബൺ ഡയോക്സൈഡ് ബൈൻഡ് വിത്ത് വാട്ടർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ ടു ഫോം കാർബോണിക് ആസിഡ്. That increase the acidity of the body. ക്ലിയർ അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം, കൃത്യസമയത്ത് കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്യപ്പെടണം. നമ്മളെ ബോഡിക്ക് നോർമലി നമ്മുടെ ബോഡിക്ക് എന്തുണ്ട്, അതിന് മെക്കാനിസം ഉണ്ട്. നമ്മൾ അറിയാതെ തന്നെ അല്ലെ, നമ്മൾ ആരോടും പറയാതെ തന്നെ നമ്മുടെ ബോഡി കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് എന്തെങ്കിലും തകരാറ് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് നിങ്ങൾ ഓർക്കും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണെങ്കിൽ ലെസ് ടൈപ്പ് ചെയ്ത മക്കളെ. ഞാൻ ഈ പറഞ്ഞ കാര്യം, ഈ കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ തോന്നൊന്നും ചിന്തിക്കേണ്ട, ഈ ഒറ്റ കാര്യം ആലോചിച്ചു കേട്ടോ. കാർബൺ ഡയോക്സൈഡും സെല്ലിനകത്തുള്ളതോ പുറത്തുള്ളതുമായ വാട്ടറുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും എന്നുള്ള കാര്യം ഓർക്കും. ഇനി നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു ഓക്സിജൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രബ്സ് സൈക്കിളും ഉണ്ട്, ഗ്ലൈക്കോളിസിസും ഉണ്ട്. അതിൽ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമുണ്ടായിരുന്നില്ല. ക്രബ്സ് സൈക്കിളിനോ ഓക്സിജൻ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്പിറേഷന് നമുക്ക് രണ്ട് രൂപത്തിൽ തരംതിരിക്കും. ഓക്കെ, ഒന്നാമത് പറയുന്ന പേരാണ് അനറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. ഓക്കെ, അനറോബിക്, ഞാനത് NTSC ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞതാണ്. ഓക്കെ, അനറോബിക് എന്ന് മനസ്സിലാക്കുക, വിത്തൗട്ട് ഓക്സിജൻ റെസ്പിറേഷൻ ഓർക്കുക, റെസ്പിറേഷൻ വിത്തൗട്ട് ഓക്സിജൻ, ഓക്സിജൻ ഇല്ലാതെ ഉള്ള ശ്വസനത്തെയാണ് നമ്മൾ അനറോബിക് റെസ്പിറേഷൻ എന്ന് പറയാം. മലയാളത്തില് അവായു ശ്വസനം എന്ന് പറയാറ്. ഓക്കെ, അനറോബിക് റെസ്പിറേഷൻ മീൻസ്
റെസ്പിറേഷൻ വിത്തൗട്ട് ഓക്സിജൻ. രണ്ടാമത്തിന് പറയുന്ന പേരാണ് എയറോബിക് റെസ്പിറേഷൻ അവർ. എയറോബിക് റെസ്പിറേഷൻ. ഹിയർ റെസ്പിറേഷൻ വിത്ത് ഓക്സിജൻ ആണ്. എന്താണ്? റെസ്പിറേഷൻ വിത്ത് ഓക്സിജൻ. ഈ കാരണം അപ്പൊ ഇതിനെ നമ്മൾ ഈ ഒരു ടേംസ് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണേ. അനറോബിക് റെസ്പിറേഷനും എയറോബിക് റെസ്പിറേഷൻ. നമ്മളൊക്കെ ശ്വസിക്കുന്നത് എന്താണ്? നമ്മളെ ബോഡി നടക്കുന്നത് രണ്ടുണ്ട് അല്ലെ. ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ട് അനറോബിക് വളരെ കുറഞ്ഞ സമയത്തേ ഉള്ളൂ. എന്നാൽ പ്രധാനമായിട്ടുള്ളത് ഏത് തന്നെയാണ്? എയറോബിക് ആണ് അല്ലെ. ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് റെസ്പിറേഷൻ. അപ്പൊ നമ്മള് ഈ അനറോബിക് റെസ്പിറേഷൻ അത് ചില ജീവികൾ, ചില സൂക്ഷ്മ ജീവികളിലാണ് അത് മാത്രമുള്ളത്. ഏത് മാത്രമുള്ളത്? ഈ അനറോബിക് റെസ്പിറേഷൻ ചില സൂക്ഷ്മ ജീവികളിലാണ്, എസ്പെഷ്യലി ചില ഫംഗസുകളില്, ബാക്ടീരിയകളില് കേട്ടോ. അപ്പൊ ഇത് നടക്കുന്നത് സം മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, ചില മൈക്രോ ഓർഗാനിസങ്ങളിൽ ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മളെ പ്രത്യേകത എന്താ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്കില്ലേ, നമുക്കുണ്ട്. നമ്മളെ ബോഡിക്കകത്ത് സംടൈം അനറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് മാത്രമുള്ളത് മൈക്രോ ഓർഗാനിസത്തിലേക്ക് ആരൊക്കെയാണ്? ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയകളില് ഈ പ്രോസസ് ഉണ്ട്. അതേപോലെ ചില ഫംഗസുകളുണ്ട്. അതിൽ പെട്ട ഫംഗസിന് എക്സാമ്പിൾ ആണ് ഈസ്റ്റ്. ഈസ്റ്റ് കേട്ടില്ല നിങ്ങള്? ഈസ്റ്റ് ഒരു ഫംഗസ് ആണ് കേട്ടോ. ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ആണ്. നോട്ട് ചെയ്ത് വെക്കണേ. യൂണിസെല്ലുലാർ ഫംഗസിന് എക്സാമ്പിൾ ആണ് ഈസ്റ്റ്. ചിലപ്പോ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏകകോശമുള്ള ഫംഗസ് ആണ്. ഓക്കെ, ഈസ്റ്റ് ആണ്. അപ്പൊ ഈ ഈസ്റ്റിലും അതേപോലെ ബാക്ടീരിയകൾക്കൊക്കെ എന്തിനു മാത്രമുള്ള കപ്പാസിറ്റി ഉണ്ട്? അനറോബിക് റെസ്പിറേഷൻ. റെസ്പിറേഷൻ വിത്തൗട്ട് ഓക്സിജൻ. ഓക്കെ, അപ്പോ they can survive even in the absence of oxygen. ഓക്കെ, ഓക്സിജൻ ഇല്ലെങ്കിലും ഇവർക്ക് നിലനിൽക്കാൻ പറ്റും. ഓക്കെ, അതിനെ if so how do they get energy from their life process? ഓക്സിജൻ ഇല്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും അവരെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുക? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, എനർജി പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്രബ് സൈക്കിളിലൂടെയാണ് അല്ലെ. ഗ്ലൈക്കോളിസിസ് രണ്ടേ ATP. അപ്പൊ ഇവരുടെ ബോഡിക്കകത്ത് എന്ത് മാത്രമേ ഉള്ളൂ മക്കളെ? ഈ ബാക്ടീരിയ, ഈസ്റ്റ് പോലെ ജീവികൾക്കകത്ത് ആപ്പാടെ ഈ ക്രബ് സൈക്കിളും ഗ്ലൈക്കോളിസിസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അനറോബിക് റെസ്പിറേഷൻ മാത്രമേ അവർക്കുള്ളൂ. അപ്പൊ അതിലൂടെയാണ് അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫെർമെന്റേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം ജീവികൾ, ബാക്ടീരിയകളും ഈസ്റ്റും ഒക്കെ ഓക്സിജന്റെ അഭാവത്തിൽ, ഓക്സിജന്റെ ആബ്സെൻസിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫെർമെന്റേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് അപ്പൊ പഠിക്കാൻ പോകുന്ന പുതിയ വാക്കാണ് ഫെർമെന്റേഷൻ. ഓക്കെ, ഫെർമെന്റേഷൻ കേട്ടോ. അപ്പൊ ഓക്സിജന്റെ ആബ്സെൻസിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ ഓർക്കണ കാര്യം, ഇത് ബാക്ടീരിയ നടക്കുന്നുണ്ട്, ഈസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ബുക്കിനകത്ത് നോക്കിയാൽ ഇവരും ഈ ഫെർമെന്റേഷന് വേണ്ടിയിട്ട് ഇവരും എന്തിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇവരും ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യുന്നത്. അവർക്ക് എനർജി ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അവര് ഉപയോഗപ്പെടുത്തുന്ന സബ്സ്റ്റൻസ് എന്ത് തന്നെയാണ്? യെസ്, ഓക്സിജൻ തന്നെ, ഗ്ലൂക്കോസ് തന്നെയാണ്. ആ ഗ്ലൂക്കോസിനെ ശ്രദ്ധിക്കുക, ഈ ഗ്ലൂക്കോസിനെ ഇവരെന്താക്കി മാറ്റും? ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്തിട്ട് പൈറുവിക് ആസിഡ് എന്ന് വെച്ചാൽ ദിസ് പ്രോസസ് ഇസ് കോൾഡ്, ദിസ് വൺ ഇസ് കോൾഡ് ഗ്ലൈക്കോളിസിസ് അല്ലെ. അങ്ങനെ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ നമുക്കറിയാം 2 ATP മാത്രം ഉണ്ടാവും. അതും അല്ലെ ഗ്ലൈക്കോളിസിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. അതിന്റെ ഫലമായിട്ട് 2 ATP മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഇത് എവിടെ നടക്കുന്നത്? നോട്ട് ഔട്ട് ഇൻ ദ സൈറ്റോപ്ലാസം. ആ ഒരു ബാക്ടീരിയയുടെയോ അല്ലെങ്കിൽ ഒരു ഫംഗസിന്റെയോ ഈസ്റ്റിന്റെയോ ഒക്കെ സൈറ്റോപ്ലാസിനകത്ത് ക്ഷണനവശാൽ നമ്മൾ നേരത്തെ പഠിച്ച ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഗ്ലൈക്കോളിസിസ് ആണ് പറഞ്ഞത് അല്ലെ. ഗ്ലൈക്കോളിസിസ്, ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു, 2 ATP ഉണ്ടാവുന്നു, സൈറ്റോപ്ലാസം നടക്കുന്നു. ഇനി നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഈ പൈറുവിക് ആസിഡ് ക്രബ് സൈക്കിളിന് വിധേയമാകും അല്ലെ. ആ പൈറുവിക് ആസിഡ് വിഘടിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നല്ലേ പഠിച്ചത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നറിയോ? ഇവിടെ ബാക്ടീരിയ ആണെങ്കിൽ രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവുക. ബാക്ടീരിയ ആണെങ്കിൽ ഓർക്കണം, ഈ പൈറുവിക് ആസിഡ് ബാക്ടീരിയ ആണെങ്കിൽ ഈ പൈറുവിക് ആസിഡ് വിഘടിച്ചിട്ടുണ്ടാകുന്ന സാധനം എന്തറിയോ? ഇതിനെ പറയുന്ന പേരാണ് ലാക്റ്റിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? ഇവർക്ക് ഉണ്ടാക്കുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. ബാക്ടീരിയയില് ഓർക്കണേ, ബാക്ടീരിയയില്
ബാക്ടീരിയയില് പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല മാറുന്നത്, എന്തായിട്ടാ മാറുന്നത്? ലാക്റ്റിക് ആസിഡ്. അതുകൊണ്ട് ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറയാം. ഓക്കെ, ടോട്ടലി പ്രോസസ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, ടോട്ടലി പ്രോസസ്സിനെ പറയുന്ന പേര് ഫെർമെന്റേഷൻ ആണ്. ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണ്? ലാക്റ്റിക് ആസിഡ് ആയതുകൊണ്ട് എന്നെ പറയുന്ന പേരാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. ഓക്കെ, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ബാക്ടീരിയകളില് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്റ്റിക് പൈറുവിക് ആസിഡ് വിഘടിച്ചിട്ട് ലാക്റ്റിക് ആസിഡ് ആണ്. ഇനി ഈസ്റ്റ് ആണ് വിചാരിക്കുക, ഈസ്റ്റ് ആണെങ്കിൽ, ഓക്കെ, ഈസ്റ്റ് ഈസ് എ ഫംഗസ്. ഈസ്റ്റ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് പൈറുവിക് ആസിഡ് വിഘടിച്ചിട്ട് ലാക്റ്റിക് ആസിഡ് അല്ല, ഉണ്ടാകുന്നത് ആൽക്കഹോൾ ആണ്. ഓക്കെ, എന്താ പ്രൊഡ്യൂസ് ചെയ്യാം? ആൽക്കഹോൾ കേട്ടോ, മെത്തനോൾ ആണ് ആൽക്കഹോൾ. ഓക്കെ, ആൽക്കഹോളും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് ആൽക്കഹോൾ ഫെർമെന്റേഷൻ എന്നാണ്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ആൽക്കഹോൾ, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്ന് പറയാറുണ്ട്, ആൽക്കഹോൾ ഫെർമെന്റേഷൻ. ഓക്കെ, അപ്പൊ ബാക്ടീരിയക്കും ഈസ്റ്റിനും ഇവരുടെ എവിടെയെങ്കിലും ഓക്സിജൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ എവിടെ നമ്മൾ ഓക്സിജൻ ഉപയോഗപ്പെടില്ല. അപ്പൊ ഓക്സിജൻ ഇല്ലാതെ, ഓക്സിജന്റെ അഭാവത്തിൽ അവർക്ക് റെസ്പിറേഷൻ നടത്താൻ സാധിക്കും. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഫെർമെന്റേഷൻ എന്നാണ് പറയാം. അവിടെയും അവര് ഈ ഫെർമെന്റേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സബ്സ്ട്രേറ്റ് എന്ത് തന്നെയാണ്? ഗ്ലൂക്കോസ് തന്നെയാണ്. ആ ഗ്ലൂക്കോസ് ആദ്യം പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ആ പൈറുവിക് ആസിഡ് പിന്നീട് ബാക്ടീരിയ ആണെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആയിട്ടും, ലാക്റ്റിക് ആസിഡ് ആയിട്ടും, ഈസ്റ്റ് ആണെങ്കിൽ ആൽക്കഹോളുമായിട്ടും മാറും. ഓക്കെ, ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്നതിന് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്നും ആൽക്കഹോൾ ഉണ്ടാകുന്നതിന് നമ്മള് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ഈ ഒരു സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ഇവർക്ക് ഈ ആൽക്കഹോളും ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്കില്ലേ, ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇവർക്ക് ഇങ്ങനെ ഈ ആൽക്കഹോളും അല്ലെങ്കിൽ ബാക്ടീരിയക്ക് ലാക്റ്റിക് ആസിഡും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഈ ഒരു പ്രോസസ് ഇല്ലേ, ഈ ഒരു പ്രോസസ്സിനെ നമ്മളെ ലൈഫിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. എപ്പോഴാണെന്നറിയോ? നമ്മള് പാല് പുളിപ്പിച്ച് തൈരാക്കൂലേ, അല്ലെ? തൈര് ഉണ്ടാക്കൂലേ? തൈര് നമ്മൾ ഉണ്ടാക്കുന്നില്ലെങ്കിലും അത്തരം കർഷകർ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ, മിൽക്ക് ക്ഷീര കർഷകർ. അവിടെ എന്താ പറയാ, പാല് പുളിച്ചിട്ട് തൈരായിട്ട് മാറുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ആ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ത് ചെയ്യും? ഓക്കെ, ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ തൈരിന് പുളിയില്ലേ, തൈര് ഉപയോഗിച്ചിട്ട് തൈരിന് ആ പുളിക്ക് കാരണം ലാക്റ്റിക് ആസിഡ് ആണ്. ആ ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കിയത് ആരാണ്? ഈ ബാക്ടീരിയ ആണ്. അതേപോലെ നമ്മൾ ഈ ഒരു ടെക്നിക്ക്, ഈ ആൽക്കഹോൾ ഫെർമെന്റേഷൻ ഉണ്ടല്ലോ, ഈസ്റ്റിന്, അത് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ മാവില്ലേ, മാവ് ദോശയുടെയോ ഇഡ്ലിയുടെയോ ഒക്കെ മാവ് പുളിപ്പിക്കാനൊക്കെ നമ്മൾ വീടുകളിൽ സാധാരണയായിട്ട് അത്തരം ഈസ്റ്റ് ഉപയോഗിക്കൽ കുറവാണ്. വലിയ ഹോട്ടലുകളിലൊക്കെ മാവ് പുളിപ്പിക്കാനൊക്കെ അവർ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത്തരം നിങ്ങൾ ചില ഹോട്ടലിനൊക്കെ ഇഡ്ഡലിയൊക്കെ കഴിച്ചാല്, അല്ലെങ്കിൽ ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ പോയാല് കള്ളപ്പം എന്നുള്ള സാധനം തിന്നുണ്ടോ? കള്ളപ്പം. അത് തിന്നുമ്പോ ഒരു കള്ളിന്റെ ഒരു ചൊയകരം. നിങ്ങൾ വിചാരിക്കും, സാർ നിങ്ങൾ കള്ളു കുടിച്ചോണോ? ഓക്കെ, കള്ളു കുടിച്ചിട്ടല്ല, അതിന്റെ ഒരു സ്മെല്ല് ഉണ്ടാവും. ആ സ്മെല്ല്, ഓക്കെ, കള്ളിന്റെ എന്താണ് സംഭവം? ഈ കള്ള് ഒഴിച്ചതല്ല, അവിടെ സംഭവിക്കുന്നത് ഈ ആൽക്കഹോളാണ്. ആൽക്കഹോളിന്റെ സ്മെല്ലാണ് ആ അപ്പത്തിന്റെ സ്മെല്ലായിട്ട് വരിക കേട്ടോ. അവിടെ ഉപയോഗിക്കുന്നത് ഇത്തരം ടെക്നിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബുക്കിന്റെ അപ്പുറത്ത് പറയുന്നുണ്ട്, ബുക്കിന്റെ 56-ാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്താണ്? ഫെർമെന്റേഷൻ ഇൻ ഡെയിലി ലൈഫ്. ഓക്കെ, നമ്മുടെ നിത്യജീവിതത്തിലും നമുക്ക് ഫെർമെന്റേഷൻ ഉപയോഗപ്പെടുത്താം. എന്തിനൊക്കെയാണ് വേണ്ടിയിട്ടാണ് നോക്കാം? ഈസ്റ്റ് എന്തുണ്ടാക്കാൻ കഴിവുണ്ട്? ഈസ്റ്റ് എന്തൊക്കെ ഉണ്ടാക്കും? ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. ഓക്കെ, അത് എന്തിനാ? ഫോർ ഫെർമെന്റിങ് ബാറ്റർ. ബാറ്റർ എന്ന് പറഞ്ഞാല് മിക്സ്ചർ ഓഫ് ഫ്ലോർ ആൻഡ് ലിക്വിഡ് ആണ്. മാവ് എന്ന് പറയുന്നത് മലയാളത്തില് അതാണ് ബാറ്റർ എന്ന് പറയാ, ടു സോഫ്റ്റൻ. ഓക്കെ, അപ്പോ ദോശ, ഇഡ്ലി, വെള്ളപ്പം, കള്ളപ്പം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മള് ഈസ്റ്റ് ഉപയോഗിക്കുമ്പോ അവിടെ ആൽക്കഹോളാണ്. നിങ്ങൾ ഈ ദോശ ഉണ്ടാക്കുമ്പോ കണ്ടില്ലേ, ദോശ ചട്ടികൾ ഇടുമ്പോ ഒരു ഒച്ച വരും അല്ലെ, അല്ലെ? ഈ ദോശയുടെ കല്ലിലേക്കോ ദോശ ചട്ടിയിലേക്കോ ഒഴിക്കുമ്പോ ഒരു ശബ്ദം വരാറുണ്ട്. അതേപോലെ ഈ ദോശയിലൊക്കെ കാണാം, ഇഡ്ഡലിയിലേക്കാണ് അങ്ങനെ ചെറിയ കുഞ്ഞു ഹോളുകൾ ഉണ്ടാവുന്നുണ്ടല്ലേ.
ദോശയിലൊക്കെ ഉണ്ടാവും കറക്റ്റ് കുറേ ഓട്ടകൾ ഉണ്ടാവും. എങ്ങനെ ഓട്ടം ഉണ്ടായത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ഓട്ടം ഉണ്ടാക്കാൻ വിചാരിച്ചാൽ ആവൂല. നമ്മൾ ഈ ദോശയിലോ ഇഡ്ഡലിയിലോ ഉള്ളിലൊക്കെ കാണാൻ അങ്ങനെ ഓട്ടകൾ കാണാം. എന്തുകൊണ്ടാ? ഒന്ന് കണ്ടെത്തിയല്ലോ കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം? ഈ രണ്ടും ഒരു സാധനമാണ്. ദോശ ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോ, ചൂടുള്ള എണ്ണയുള്ള ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോ വച്ചു വരുന്നതും അതിന് ദ്വാരങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് കണ്ടെത്തിയിട്ട് അടുത്ത ക്ലാസ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടെ ഉത്തരം അതാണ്. ഞാനത് NTC ക്ലാസ് പറഞ്ഞ സംശയമുണ്ട്. കാർബൺ ഡയോക്സൈഡ് റിലീസ് ആവാം. ഓക്കെ, ഈ കാർബൺ ഡയോക്സൈഡും അതിനകത്തുള്ള വാട്ടറും ഇവോപ്പറേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് കേട്ടോ ആ ഒരു ശബ്ദം വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പൊ ഈസ്റ്റിനെ കേട്ടോ നമ്മള് മാവ് ഉണ്ടാക്കാൻ. രണ്ടാമത്തത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ പേരാണ് ലാക്ടോബാസില്ലസ് ബാക്ടീരിയ. അങ്ങനെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ മറ്റു പേരെന്താണ് ലാക്ടോബാസില്ലസ് ബാക്ടീരിയ. ലാക്ടോബാസില്ലസ് ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? കേർഡിങ് മിൽക്കാണ്, പാലിനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. കേക്ക് ഉണ്ടാക്കാനൊക്കെ ഈസ്റ്റ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫെർമെന്റേഷനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വാട്ട് ഈസ് ഫെർമെന്റേഷൻ? നമുക്ക് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് പ്രാക്ടിക്കൽ ഡെഫിനിഷൻ ഫോർ ഫെർമെന്റേഷൻ. ഫെർമെന്റേഷന്റെ ഡെഫിനിഷൻ പറഞ്ഞ് നമുക്ക് അവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. എന്താണ് ഫെർമെന്റേഷൻ എഴുതി വെക്കുക. ഇറ്റ് ഇസ് ദ ഫോർമേഷൻ ഓഫ് ഫെർമെന്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഇസ് ദ process of production of lactic acids or alcohol. രണ്ടിനെയും നമുക്ക് പറയാം അല്ലെ. ഒന്നിനെ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്നും ഒന്നിനെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്നും. ഓക്കെ, ആൽക്കഹോൾ എവിടെ നിന്നാണ്? ഫ്രം ഗ്ലൂക്കോസ്. എങ്ങനെയാണ്? ബൈ anaerobic respiration. Okay, this is called fermentation. Definition ചോദിച്ചാൽ എഴുതി വെക്കുക. Fermentation is the process of production of lactic acid or alcohol from glucose by anaerobic respiration. Okay, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക കേട്ടോ. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോ എന്താണ് ഫെർമെന്റേഷൻ, അതിനെ ഡെയിലി ലൈഫില് നമ്മൾ എവിടെയൊക്കെ സന്ദർഭത്തിലാണ് ഉപയോഗപ്പെടുത്തുക എന്നും കൂടി ക്ലിയർ ആണല്ലോ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നമുക്ക് ഗുഡ് ബൈ.